ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം ഭീഷ്മരുടെ കഥ പറഞ്ഞു. ഭീഷ്മർ അച്ഛൻ ശന്തനു മഹാരാജാവ് സത്യവതി വിവാഹം കഴിക്കുന്നതും അതിനുശേഷം അംബാലികമാരെ തട്ടിക്കൊണ്ട് വന്നിട്ട് അതിനുശേഷം അവരുടെ ആ ഒരു വിവാഹവും പിന്നീട് പാണ്ഡു മഹാരാജാവും ധൃതരാഷ്ട്രമൊക്കെ ജനിക്കുന്ന ആ കഥ, വിതുരരുമൊക്കെ ജനിക്കുന്ന കഥ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് അംബ അവിടുന്ന് ഭീഷ്മരുടെ അനുവാദം വാങ്ങിയിട്ട് സ്വാല മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്തിനാണ്? സ്വാല മഹാരാജാവിനെ, ശാലനെ ഞാൻ മനസ്സാ ഭരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ടാണ് അംബ ഇങ്ങനെ ഭീഷ്മരോട് അപേക്ഷിക്കുന്നത്. അതിനുശേഷം ശ്വാല മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഭീഷ്മർ അംബയെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അത് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യം നിങ്ങൾ കേട്ടുകൊള്ളുക. അങ്ങനെ അംബ ശ്വാല മഹാരാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭീഷ്മരുടെ കയ്യിൽ നിന്നും ഭീഷ്മർ പറഞ്ഞു വിടുന്നു, പൊക്കോളൂ എന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ശ്വാല മഹാരാജാവിൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, ഭീഷ്മർ എന്നെ വിട്ടിരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നു. പക്ഷേ ശ്വാല മഹാരാജാവ് വിവാഹം കഴിക്കുന്നില്ല. ശ്വാലൻ പറയുകയാണ്, ഇത് ഭീഷ്മരുടെ കൂടെ പോയതല്ലേ, ഭീഷ്മർ കരം ഗ്രഹിച്ചു കൊണ്ടുപോയതല്ലേ, അതുകൊണ്ട് എനിക്കൊരിക്കലും ഭവതിയെ സ്വീകരിക്കാനായിട്ട് കഴിയില്ല എന്നും പറഞ്ഞ് ശ്വാല മഹാരാജാവ് എന്ത് ചെയ്യുന്നു? പറഞ്ഞു വിടുന്നു. അംബയെ ഇനി സ്വീകരിക്കില്ല എന്നും പറഞ്ഞ് പറഞ്ഞു വിടുന്നു. അപ്പം അംബയ്ക്ക് വലിയ വിഷമം ഉണ്ടാകുന്നു. കാരണം ഇനി ഞാൻ എങ്ങോട്ട് പോകും? തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഹസ്തിനാപുരത്തേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ഇദ്ദേഹവും സ്വീകരിച്ചില്ല. അങ്ങനെ വലിയൊരു വിഷമത്തിലാവുകയും അംബ അങ്ങനെ ഒരു ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ ആശ്രമത്തിലെത്തിയിട്ട് ആശ്രമത്തിൽ കുറേ മഹർഷിമാരൊക്കെ ഉണ്ട്. ആ മഹർഷിമാരോടൊക്കെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോത്രവാഹനൻ എന്ന് പറയുന്ന ഒരു മഹർഷി അവിടെ എത്തുന്നു. ഈ മഹർഷിക്ക് പിന്നെ അമ്മയുടെ മാതാമഹൻ എന്നാണ് പറയുന്നത്. അമ്മയുടെ വലിയ മുത്തശ്ശൻ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ വലിയ അമ്മാവൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ഈ ഹോത്രവാഹനൻ എന്ന് പറയുന്ന മഹർഷി. ആ മഹർഷി വന്നിട്ട് അംബയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്നറിയാനായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. അതിനുശേഷം അവസാനമായിട്ട് അവരെടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ പരശുരാമനെ കൊണ്ട് ഭീഷ്മ മഹാരാജാവിനോട് പറയിപ്പിക്കുക, ഭീഷ്മരോട് പറയുക. പരശുരാമൻ ഗുരുവാണ്, അപ്പോൾ ഗുരുവിനെ കൊണ്ട് പറയിപ്പിക്കുക എന്ന തീരുമാനമൊക്കെ എടുത്തിട്ട് ഏറ്റവും അവസാനം പരശുരാമനെ കാണുന്നു. പരശുരാമൻ ഭീഷ്മരോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചിട്ടും ഭീഷ്മരോട് പറയുന്നു, ഇങ്ങനെ ഭീഷ്മരെ സ്വീകരിക്കുക, അംബയെ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഭീഷ്മരെ വിവാഹം കഴിക്കണം അഗ്നിസാക്ഷിയായി. കാരണം ഇനി അംബയ്ക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല. ഭീഷ്മരുടെ കുഴപ്പം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഭീഷ്മർ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഭീഷ്മർ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. കാരണം വിവാഹം കഴിക്കില്ല എന്ന് അച്ഛന് കൊടുത്ത വാക്കാണ്. എന്തു ചെയ്യാൻ പറ്റും? പരശുരാമൻ പറഞ്ഞിട്ടും ഭീഷ്മർ അനുസരിക്കുന്നില്ല. അങ്ങനെ അംബയ്ക്ക് വലിയ വിഷമമുണ്ടാകുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു തോന്നലിൽ അംബ എന്ത് ചെയ്യുന്നു? വലിയ ഒരു തപസ് ചെയ്യുകയാണ്. അങ്ങനെ ആ വലിയ തപസ്സിൻ്റെ ഭാഗമായിട്ട് ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ശ്രീ പരമേശ്വരനോട്, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം ഇത്രത്തോളം നശിപ്പിച്ച ഭീഷ്മർക്ക് നാശമുണ്ടാകണം, അതിനുവേണ്ടി എന്നെ അനുഗ്രഹിക്കണമെന്ന നിലയിലാണ് ശ്രീ പരമേശ്വരനോട് അംബ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പറയുന്നു, ഇനി നിനക്ക് മറ്റൊരു ജന്മം ഉണ്ടാകണം. ആ ജന്മത്തിൽ നീ സ്ത്രീയും പുരുഷനുമല്ലാത്ത ഒരു രൂപത്തിലേക്ക് നീ മാറും. അതായത് ദ്രുപദൻ എന്ന് പറയുന്ന രാജാവുണ്ട്. ദ്രുപദ രാജാവിൻ്റെ മകനായിട്ട് നീ ആദ്യം ജനിക്കും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ നീ ഒരു കന്യകയായിട്ട് മാറും. അങ്ങനെ ഭീഷ്മർക്കൊരു ശപഥമുണ്ട്. അതായത് ആണും പെണ്ണും കെട്ടവനോട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന ഒരു ശപഥം ഭീഷ്മർക്കുണ്ട്. അത് മുൻനിർത്തി നിനക്ക് ഭീഷ്മരെ വധിക്കാവുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിനക്ക് ഭീഷ്മരെ വധിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് ഒരു അനുഗ്രഹം കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അംബ തീയിൽ ചാടി മരിക്കുകയാണ്. അതിനുശേഷമാണ് ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രനായി അംബ ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുന്ന ആ പുത്രൻ്റെ പേരാണ് ദൃഷ്ടദ്രുമ്നൻ. ഈ ദൃഷ്ടദ്രുമ്നൻ ആരാണ്?
ദ്രൗപദിയുടെ സഹോദരനാണ്. അപ്പോൾ ദ്രുപദ രാജാവിൻ്റെ 2 മക്കളാണ് ദ്രൗപദിയും ദൃഷ്ടദ്യുമ്നനും. ദ്രൗപദി ആരാണെന്ന് നമുക്കറിയാം, പഞ്ചപാണ്ഡവരുടെ ഭാര്യയായിട്ട് വന്ന പാഞ്ചാലിയാണ് ദ്രൗപദി. ദ്രൗപദിയുടെ സഹോദരനാണ് ദൃഷ്ടദ്യുമ്നൻ. അങ്ങനെ ദൃഷ്ടദ്യുമ്നൻ ജനിക്കുമ്പോൾ ഈ കുട്ടി ആൺകുട്ടിയായിരുന്നു. പക്ഷെ കുറച്ച് പ്രായം അങ്ങോട്ടായപ്പോഴേക്കും ഒരു സ്ത്രീ സ്വഭാവം കാണിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ശിഖണ്ഡി എന്ന പേരിൽ ഏറ്റവും അവസാനം അറിയപ്പെടുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ അർജുനനാണ് ഭീഷ്മപിതാമഹനോട് യുദ്ധം ചെയ്യുന്നത്. ആ സമയത്ത് ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ടാണ് അർജുനൻ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുമ്പോൾ ശിഖണ്ഡിയോട് ആരും യുദ്ധം ചെയ്യില്ല, ഭീഷ്മർ യുദ്ധം ചെയ്യില്ല. അതുപോലെ തന്നെ ഭീഷ്മർക്ക് സ്വച്ഛന്ത മൃത്യുവാണ് ഫലം. ഭീഷ്മർ ആഗ്രഹിക്കുന്ന സമയത്തെ ഭീഷ്മർക്ക് മരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനൊരു വ്രതം ശന്തനു മഹാരാജാവ് ഭീഷ്മർക്ക് കൊടുത്തിരുന്നു. കാരണം അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന സമയത്ത് അച്ഛൻ കൊടുത്ത വരമാണ് സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത്. അങ്ങനെ ശിഖണ്ഡിയെ മുൻനിർത്തി ആണ് ഭീഷ്മരെ അർജുനൻ വധിക്കുന്നത്. ശരിക്കും അർജുനനോട് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ അർജുനൻ പരാജയപ്പെട്ടു പോയേനെ. കാരണം അത്രയും പോരാളിയായിരുന്നു, അത്രയും വലിയ യുദ്ധതന്ത്ര വിദഗ്ധനായിരുന്നു ആരെന്ന് പറയുന്ന ഭീഷ്മർ. ആ അർജുനനെ കൊണ്ട് ഭീഷ്മരെ വധിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണഹേതുവായി മാറിയത് ദൃഷ്ടദ്യുമ്നനാണ്, അതായത് ശിഖണ്ഡിയാണ്. ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് വധിച്ചത്. അപ്പോൾ അംബയുടെ മറ്റൊരു പുനർജന്മമാണ് ആരെന്ന് പറയുന്നത് ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നൻ പരമേശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനൊരു ശിഖണ്ഡി രൂപത്തിലേക്ക് ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രനായി ജനിച്ചത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയെന്ന് പറയുന്നത്. അങ്ങനെ ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ടാണ് ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവിലേക്ക് പോകുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കഥയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുപോലെ തന്നെ ഷഷ്ഠിവ്രതം അത് നിങ്ങൾ നിർബന്ധമായും നാളത്തെ ദിവസം എടുക്കുക. നാളെ എല്ലാവരും ഷഷ്ഠിവ്രതം എടുത്ത് പ്രാർത്ഥിക്കണം. വ്രതം എടുക്കാത്തവരും പ്രാർത്ഥനയുടെ കാര്യത്തിൽ യാതൊരു വിളംബവും വരുത്തരുത്. നിർബന്ധമായിട്ടും സന്ധ്യാസമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഷഷ്ഠി ദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദേവിയെയും ദേവനെയും നിർബന്ധമായും നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ പിറ്റേ ദിവസം, അതായത് ബുധനാഴ്ച ദിവസം രാവിലെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഷഷ്ഠിദിനത്തിൻ്റെ അന്ന്, ഷഷ്ഠിവ്രതത്തിൻ്റെ അന്ന് അരിഭക്ഷണം കഴിക്കാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ പച്ചരി വറ്റിച്ച് അല്ലെങ്കിൽ ഉണക്കനരി വറ്റിച്ച് നിങ്ങൾക്ക് കഴിക്കാം. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് നിങ്ങൾക്ക് കഴിക്കാം. അത് രാവിലെയോ രാത്രിയിലോ നിങ്ങൾക്ക് കഴിക്കാം. ഒരു നേരം നിങ്ങൾക്ക് കഴിക്കാം. ബാക്കി സമയങ്ങളിൽ നിങ്ങൾ ഉപവസിക്കുകയോ അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കുകയോ ചെയ്യാം. അതായത് പൂർണ്ണമായ ഉപവാസം നിർബന്ധമായും പറയുന്നില്ല. ഇനി പിറ്റേ ദിവസം, അതായത് ബുധനാഴ്ച ദിവസം എന്ത് ചെയ്യുക, രാവിലെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ വിളക്ക് കത്തിച്ച് ഭഗവാനൊരു നൈവേദ്യമൊക്കെ വെച്ച്, അതായത് നമുക്ക് ഒരു കിണ്ടിയിൽ നമുക്ക് അല്പം ജലം വെക്കാം. ഭഗവാനെ വിളക്ക് കത്തിച്ച് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിലാണിരുന്ന് നിങ്ങൾ വ്രതം മുറിക്കുന്നതെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് 2 പഴമൊക്കെ എടുത്ത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഭഗവാനത് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം. അതിനുശേഷം ആ കിണ്ടിയിൽ തീർത്ഥം കുടിച്ച് പഴവും കഴിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ടാണ് വ്രതം അവസാനിപ്പിക്കുന്നതെങ്കിൽ അവിടുത്തെ തീർത്ഥം കുടിച്ച് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് നൈവേദ്യം വെക്കാൻ വീട്ടിൽ പഴമൊന്നുമില്ല, അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ ജലം മാത്രം വെച്ചിട്ട് നിങ്ങൾ ആ തീർത്ഥം കുടിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിച്ചാലും മതി. എന്തു തന്നെയായാലും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വ്രതം നന്നായി എടുക്കാൻ സാധിച്ചതിനെ പറ്റി ഭഗവാനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാൻ. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് എന്നോട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചു. അതായത് എനിക്ക് നമ്മുടെ ശ്രീരാമ ക്ഷേത്രത്തിൽ അയോധ്യയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വലിയ ഒരു സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം അവിടെ പ്രതിഷ്ഠ നടക്കുന്നത്. എനിക്കും കിട്ടിയ അക്ഷതം ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. അത് ഞാൻ എൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് അക്ഷതം കിട്ടിയെന്നുള്ളത് കമൻറ്റ് ഇടൂ. എനിക്കും ഇവിടുന്ന് കിട്ടി, വളരെ സന്തോഷമായി. അക്ഷതം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ പൂജാവിധികളൊക്കെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് അടുത്ത ദിവസം ഒരു വീഡിയോ ഇടാം. ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലുള്ള അക്ഷതങ്ങളാണ്, ഏതൊക്കെ ദേവന്മാർക്ക് ഏത് രീതിയിലുള്ള അക്ഷതങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയവരൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടൂ. എനിക്ക് വലിയ സന്തോഷമായി. ഞാനത് പൂജാമുറിയിൽ ഭംഗിയായി സൂക്ഷിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം നിങ്ങളെ എല്ലാവരെയും അടുത്ത ദിവസം കേട്ടോ. ഹരേ കൃഷ്ണ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.